അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ വിദ്യാർത്ഥികളെ, നമ്മൾ ആ ദുനിയാക്ക സബ്സെ തൻഹാ ദറഖ്ത്, ലോകത്ത് ഏറ്റവും ഏകാന്തമായി കിടക്കുന്ന മരത്തെക്കുറിച്ചാണ് ചർച്ച പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മരം നിൽക്കുന്ന ഭൂപ്രകൃതിയുടെ സവിശേഷതകളെക്കുറിച്ചാണ് നാം ഇത്രയും സംസാരിച്ചത്. നാം അതുതന്നെ തുടരുകയാണ്. लेकिन ऐसी बात भी नहीं है कि यह इलाका हमेशा ही से ജിന്ദഗി കാ ബേരി രഹാ ഹോ. ഇങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ലേക്കിൻ ഐസി ബാത് ഭി നഹി ഹെ, ഇങ്ങനത്തെ കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊന്നുമില്ല. എങ്ങനെയെന്ന് വെച്ചാൽ യ ഇലാക ഹമേഷ ഹിസെ, എന്തെന്ന് വെച്ചാൽ ഈ ഒരു പ്രദേശം എന്നേക്കും തന്നെ ജിന്ദഗി കാ ബേരി രഹാ ഹോ, ജീവിതത്തോട് തീർത്തും എതിർപ്പ് കാണിച്ചതാണോ എന്നില്ല, അങ്ങനെയില്ല. ഈ പ്രദേശം എന്നും ജീവിതത്തോട് എതിർപ്പ്, ശത്രുത പുലർത്തിയാണോ ഈ ഭൂപ്രദേശം ഉണ്ടായിരുന്നത്? അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. ബേരി എന്ന് പറഞ്ഞാൽ മസ്ഹബ് നഹി സിഖാത്ത ആപ്പസ് മേ ബേർ രഖ്ന എന്ന് പറഞ്ഞത്. ബേർ എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുത, ദുഷ്മൻ. ബേരി എന്ന് പറഞ്ഞാൽ ദുഷ്മനി, ശത്രുത എന്നാണ് അർത്ഥം. കാരണം എന്തെന്ന് വെച്ചാൽ, അപ്പോൾ ജീവിതത്തോട് അല്ലെങ്കിൽ ഒരു ജീവനോട് ഒരിക്കലും ശത്രുത പുലർത്തിയ ഒരു ഭൂമിയല്ല ഇത്. മറിച്ച് സൈക്കടോ സാൽ കബിൽ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജർദ് ഫൂലം വാലെ ഹാർദാർ കീക്കറോं का एक झुंड पाया जाता था. എന്തെന്ന് വെച്ചാൽ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മഞ്ഞ പൂക്കളുള്ള, മുള്ളുകളുള്ള, മുള്ളുകളുള്ള കീക്കറോങ്ക അഥവാ ഈ ബബൂൾ മരങ്ങളുടെ ഏക് ഝണ്ട് പായാ ജാതാ ഥാ, ഈ ബബൂൾ മരങ്ങളുടെ ഒരു കൂട്ടം തന്നെ. ഝണ്ട് എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ കൂട്ടം, തന്നെത്താനെ മുളച്ചു പൊന്തിയ മരങ്ങളുടെ കൂട്ടം. ആ മരങ്ങളുടെ കൂട്ടത്തിനാണ് ഝണ്ട് എന്ന് പറയാം. അങ്ങനെ ബബൂൾ മരങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ലഭ്യമായിരുന്നു, ഇവിടെ കാണാൻ സാധിച്ചിരുന്നു. ലേക്കിൻ, പക്ഷേ എന്നിരുന്നാലും, വക്ത് ഗുസർനേക്ക് സാത്ത് സമയം കഴിഞ്ഞു പോകലോടുകൂടെ, അഥവാ കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോയതോടുകൂടെ, അതിൻ്റെ കൂടെ തന്നെ സേറെ ജമീൻ പാനി അപ്ന ദാമൻ സമീട്ട്താ ചലാഗയ, ഭൂമിക്കടിയിലായിട്ട്, ഭൂമിക്ക് കീഴിലായിട്ട്, സേറെ ജമീൻ ഭൂമിക്ക് കീഴിൽ, ഭൂമിയുടെ അടിയിലായിട്ട്, പാനി വെള്ളം, അപ്ന ദാമൻ ആ ഭൂമി തൻ്റെ മടിത്തട്ടിൽ, സമീട്ട്താ ചലാഗയ ആ വെള്ളത്തെ തൻ്റെ മടിത്തട്ടിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടേയിരുന്നു. ഭൂമി തൻ്റെ മടിത്തട്ടിൽ, തൻ്റെ അടിഭാഗത്ത്, ഭൂമിക്ക് കീഴിൽ തൻ്റെ മടിത്തട്ടിൽ ആ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടുന്നു. അഥവാ വെള്ളത്തെ ഭൂമി ഇങ്ങനെ വല്ലാതെ വലിച്ചെടുക്കുകയും ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ വെള്ളം വല്ലാതെ ഇറങ്ങിപ്പോയത് കാരണത്താൽ മുകളിൽ വരുന്ന വെള്ളങ്ങളൊന്നും അവിടെ നിൽക്കുന്നില്ല. വല്ലാതെ ഭൂമി തൻ്റെ മടിത്തട്ടിൽ വെള്ളം ശേഖരിച്ചു വെക്കുകയായിരുന്നു. സമീട്ട്ത അത് ജമാ കർത്തെ, അത് ഒരുമിച്ച് കൂട്ടി ശേഖരിച്ചു വെക്കുകയായിരുന്നു അതിൻ്റെ ഭൂമിയുടെ അടിഭാഗത്ത്. ഓർ ദറഖ്ത് ഏക്ക് കർക്കെ സൂഖത്തെ ചലേഗയ, അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ മരങ്ങളും ഓരോന്നായിട്ട് അത് ഉണങ്ങിപ്പോവുകയും ചെയ്തു. സിവായെ ഇസ് ഏക്ക് ദറഖ്ത് ജാൻകെ, ഏക്ക് സഖ്ത് ജാൻകെ, ഈ ഒരു ശക്തമായ ജീവൻ ഒഴികെ, ഈ മരം എന്ന് പറഞ്ഞ ഒരു ശക്തമായ ജീവൻ തന്നെയാണ്. കാരണം ഒപ്പമുണ്ടായിരുന്ന എല്ലാവിധ മരങ്ങളും നശിച്ചിട്ട് പോലും ഇതിൻ്റെ ശക്തമായ ജീവൻ കാരണത്താലാണ്, ഈ മരത്തിൻ്റെ ജീവൻ കാരണത്താലാണ് അവിടെ പിടിച്ചു നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതല്ലാത്ത മറ്റെല്ലാം അവിടെ നശിച്ചു പോവുകയും ചെയ്തു, അത് ഉണങ്ങിപ്പോവുകയും ചെയ്തു. സഹറാക്കെ ബേക്കറാ രത്തീലെ സമുദ്രമേ, ആ മരുഭൂമിയിലെ ബേക്കറാ പ്രവിശാലമായി കിടക്കുന്ന രത്തീലെ സമുദ്രമേ, മണൽ സാഗരത്തിൽ, രത്തീലെ
രത്തീല പറഞ്ഞാൽ മണൽ, രേത് സെ മിലാ ഹുവ എന്നാണ്, മണൽ ചേർത്തിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ മണൽ സാഗരത്തിൽ, രത്തീലെ സമുന്ദർ, മണൽ സാഗരത്തിൽ, ഈ മരുഭൂമിയിലെ വിശാലമായ ഈ മണൽ സാഗരത്തിൽ ഈ ഛത്ന, ഈയൊരു തട്ടുള്ള ഈ ഒരു മരം, ഛത്നാർ എന്ന് പറഞ്ഞാൽ തട്ടുള്ള മുത്തബക്കായിട്ടുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ സഹറാക്കെ ബേക്കറാൻ രത്തിയിലെ സമുദ്രമേ, മരുഭൂമിയിലെ പ്രവിശാലമായ ഈ മണൽ സമുദ്രത്തിൽ ഛത്നാർ ഈ തട്ടുള്ള മരം, റോഷ്നിക്ക് മിനാർ കി തറ, ഒരു ലൈറ്റ് ഹൗസിൻ്റെ പോലെ. റോഷ്നിക്ക് മിനാർ എന്നാൽ ലൈറ്റ് ഹൗസ്, നമ്മൾ ബീച്ചിലൊക്കെ കാണുമല്ലോ, ഒരു ലൈറ്റ് ഹൗസിൻ്റെ പോലെ സഹറാസെ ഗുസർത്തെ ഹുയെ, ആ മരുഭൂമിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അസ്ലായി കാർവാനുക്കോ, അവിടെ കടന്നു പോകുന്ന വളരെ ക്ഷീണിച്ചതായ, അസ്ലായി എന്ന് പറഞ്ഞാൽ അസാലായി അല്ല അസാൽ ആയി കാർവാനോക്കോ, അസാൽ എന്ന് പറഞ്ഞാൽ ക്ഷീണം എന്നാണ് അർത്ഥം. അസാലായി കാർവാനോക്കോ, ക്ഷീണിച്ച് അവശരായ അവിടുത്തെ വഴിയാത്രക്കാർക്ക് രാസ്ത ദിഖായ കർത്താഥ, അവർക്ക് വഴി കാണിച്ചു കൊടുത്തതും ഈ മരമായിരുന്നു. അങ്ങനെ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഉപകാരം കൂടെ ഇതിലൂടെ നടന്നിരുന്നു. ഉസ്കി ഷഫീഖ് ഛാവോമേ, ഇതിൻ്റെ ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന, ആർക്കും ഇമ്പമേറുന്ന, ഇഷ്ടമാകുന്ന ഇതിൻ്റെ ഛാവോമേ, അതിൻ്റെ സായെ, അതിൻ്റെ ആ തണലിൽ, ജൽസേ ഹുയെ മുസാഫിർ ഘടി ദോ ഘടി ഖയാം കർത്തേ ഥേ. ജുൽസെ ഹുയെ, ജൽസെ എന്നല്ല ജുൽസെ എന്ന് വായിക്കണം. ജുലസ്ന എന്ന് പറഞ്ഞാൽ ആകെ തിളച്ച അല്ലെങ്കിൽ പൊരിഞ്ഞ, ആ മരുഭൂമിയുടെ വെയിലത്ത് പൊരിഞ്ഞു പോയ, അല്ലെങ്കിൽ തിളച്ചു നിൽക്കുന്ന വെയിലത്ത് ചൂടുകൊണ്ട് പൊരിഞ്ഞു നിൽക്കുന്ന, അതാണ് ജുലസ്ന എന്ന് പറഞ്ഞാൽ. ജൽന എന്നാണ് ജുലസ്ന എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉസ്കി ഷക്കീക്ക് ഛാവമേ, അതിൻ്റെ ആർക്കും ഇഷ്ടപ്പെടുന്ന അതിൻ്റെ തണലത്ത്, ജുൽസേ ഹുയെ മുസാഫിർ, പൊരിഞ്ഞു നിൽക്കുന്ന, വെന്ത് നിൽക്കുന്ന യാത്രക്കാരെ, ഘടി ദോ ഘടി, 1-2 മണിക്കൂറുകൾ ഖിയാം കർത്തേ ഥേ, അവിടെ നിൽക്കുമായിരുന്നു. ഓർ ഫിർ ആഗാദേസ് യാ ബൽമാ കി രാഹ് ലേത്തേ ഥേ, എന്നിട്ട് ആഗാദേസിലേക്കോ അല്ലെങ്കിൽ ബിൽമായിലേക്കോ അവർ രാഹ് ലേത്തേ ഥേ, അവർ വഴി പിടിക്കുമായിരുന്നു, അവർ അങ്ങോട്ട് തിരിക്കുമായിരുന്നു, യാത്ര തിരിക്കുമായിരുന്നു. രാഹ് ലേത്തേ ഥേ, ആ ദിശയിലേക്ക് യാത്ര പോകുമായിരുന്നു. രേത് കെ ഇസ് ബേഖദോ ഖാൽ ആസ്മാൻ പർ, ഈ മണലിൻ്റെ ബേഖദോ ഖാൽ, ബദുസൂറത്തായിട്ടുള്ള, വിരൂപമായിട്ടുള്ള, മണലിൻ്റെ വിരൂപമായിട്ടുള്ള ഈ ആകാശത്ത്, ഈ വാനത്ത്, ഈ ദറഖ്ത് അഥവാ ഒരു വാനം പോലെ, ആകാശം പോലെ അത്രയും പ്രവിശാലമായി കടക്കുന്ന ഒരു മരുഭൂമിയാണ്. അതുകൊണ്ടാണ് ബേഖദോഖാൽ ആസ്മാൻ എന്ന് പറഞ്ഞത്. രേത്ത് കെ ബേഖദോഖാൽ ആസ്മാൻ എന്ന് പറഞ്ഞത്. മണലിൻ്റെ വിരൂപമായി കിടക്കുന്ന ആകാശലോകത്ത്, ഇവിടുത്തെ ഈ ആകാശത്ത്, ഈ ദറഖ്ത്, ഈ മരം, കുത്തുബി സിത്താരയ്ക്ക് മാനിന്ത്, ചക്രവാളത്തിലെ ഏറ്റവും നടുവിലുള്ള കുത്തുബി, ഏറ്റവും സെൻട്രൽ പോയിന്റിലുള്ള, മിഡിൽ പോയിന്റിലുള്ള ഈ സിത്താരയ്ക്ക് മാനിന്ത്, നക്ഷത്രത്തെ പോലെ, ഗോളത്തിൽ ഏറ്റവും നടുവിൽ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ പോലെ, മാനിന്ത് പോലെ, ഭട്കെ ഹുയെ രാഹിയോക്കോ, വഴിതെറ്റിപ്പോകുന്ന യാത്രക്കാർക്ക്, ഭട്കെ ഹുയെ രാഹിയോക്കോ, വഴിതെറ്റിപ്പോകുന്ന യാത്രക്കാർക്ക്, സിംതോം കാ തഅയ്യുൻ കർവായ കർത്താഥ, അവർക്ക് വേണ്ട ദിശകൾ ഇത് നിർണയിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത് വാനലോകത്ത് കുത്തുബി സിത്താരെ, ഏറ്റവും മധ്യ പോയിന്റിൽ നിൽക്കുന്ന നക്ഷത്രം പോലെ, ഇവിടെ മരുഭൂമിയിലെ ഒരു കുത്തുബി സിത്താരയെ പോലെ, ഈ മരുഭൂമി എന്ന വാനത്ത്, ഈ ആകാശത്ത്
അവിടെ ഏറ്റവും മധ്യത്തിൽ നിൽക്കുന്ന, വഴിതെറ്റിപ്പോകുന്നവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന, ദിശ കാണിച്ചു കൊടുക്കുന്ന, അവരുടെ സിംത്ത് ദിശ കാണിച്ചു കൊടുക്കുന്ന, നിർണയിച്ചു കൊടുക്കുന്ന ഒരു മരമായിരുന്നു ഇത്. ഓർ രാത് കെ വക്ത്, രാത്രി സമയത്ത്, ഉസ്കെ തനേസെ, അതിൻ്റെ തടി കൊണ്ട്, ഉസ്കെ തനേസെ, അതിൻ്റെ തടി കൊണ്ട്, ടീക്ക് ലഗാക്കർ तौरा कबीले के नमक के सौदागर कहवे की चुस्कियाँ लेते हुए सहरा के सीने पर फैले हुए आसीबों की कहानियाँ सुनाया करते थे. അങ്ങനെ രാത്രി സമയത്ത് അതിൻ്റെ തടി കൊണ്ട്, തെനാന്ന് പറഞ്ഞാൽ തടി, തെനാന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ അടി മുതൽ അതിൻ്റെ ആ മേൽഭാഗം വരെയുള്ള സംഗതികൾ, വേര് ഒഴികെ മരത്തടി എന്നാണ് തെനാന്ന് പറഞ്ഞാൽ. അങ്ങനെ ആ മരത്തടി കൊണ്ട്, തനേസെ, ഉസ്കെ തനേസെ, ഈ മരത്തിൻ്റെ തടി കൊണ്ട്, ടീക്ക് ലഗാക്കർ, അതിൽ നിന്ന്, ഈ മരത്തടിയിൽ നിന്ന് സഹായം തേടിയിട്ട്, സഹായമെടുത്തിട്ട്, തൗറാ കബീലേക്ക്, തൗറാക്ക് എന്ന കബീലയിലെ നമക്ക് സൗദാഗർ, ആ കബീലയിലെ ഉപ്പ് വിൽപ്പനക്കാർ, കഹ്വേക്ക് ചുസ്കിയാ ലേത്തെ ഹുയെ, കഹ്വ അഥവാ കോഫി ചുസ്കിയാ ലേത്തെ ഹുയെ, അസമയത്ത് കുടിച്ചുകൊണ്ട്, ചുസ്കിയാ ലേന എന്ന് പറഞ്ഞാൽ അസമയത്ത് കുടിക്കുക എന്നാണ്, ചുസ്കി ലേന അസമയത്ത് കുടിക്കുക. അപ്പോൾ അസമയത്ത്, രാത്രി സമയത്ത്, ഓരോ നിശ്ചിത സമയത്തല്ലാതെ അസമയത്ത് ഇങ്ങനെ തോന്നുന്ന സമയത്തൊക്കെ ഇങ്ങനെ കഹ്വ ഉണ്ടാക്കിക്കൊണ്ട്, കാപ്പി ഉണ്ടാക്കിക്കൊണ്ട്, ആ സമയത്ത് കാപ്പി കുടിച്ചുകൊണ്ട്, സഹറാക്കെ സീനേപ്പർ, ആ മരുഭൂമിയിലെ നെഞ്ചകത്ത്, മരുഭൂമിയുടെ നെഞ്ചകത്ത്, ഫേലേഹുയെ, അതുമായി ആ മരുഭൂമിയുടെ നെഞ്ചകത്ത് പരന്നു കിടക്കുന്ന ആസീബോങ്കി കഹാനിയ, പേടിയുടെ കഥകൾ, ആ മരുഭൂമിയുടെ നെഞ്ചകത്ത് നീണ്ടുകിടക്കുന്ന, വിശാലമായി പരന്നു കിടക്കുന്ന പലതരം പേടിയുടെ കഥകൾ, അത് സുനായ കർത്തേത്തെ, അത് കേൾപ്പിക്കുമായിരുന്നു, മറ്റുള്ളവർക്ക് കേൾപ്പിക്കുമായിരുന്നു. അഥവാ തൗറാക്ക് കബീലയിലെ ഈ നമക്ക് വിൽപ്പനക്കാർ, ഉപ്പ് വിൽപ്പനക്കാർ, അവർ അവിടുന്ന് കാപ്പി കുടിച്ചുകൊണ്ട്, നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇടക്കിടക്ക് ചായ കുടിച്ചുകൊണ്ട്, അവിടുന്ന് ഈ മരുഭൂമിയെക്കുറിച്ചുള്ള പേടിയുടെ കഥകൾ മറ്റുള്ളവർക്ക് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇനി ഒന്ന് നോക്കൂ. 21 മെയ് 1939 മെയ് 21, 1939 ഫ്രാൻസിസി കമാൻഡർ മിഷേൽ ലെസോഡ് എന്നവർ ഇസ് ദറഖ്ത് കോ ദേഖ് കർ ലിഖ, ഈ മരത്തെ കണ്ടിട്ട് അദ്ദേഹം എഴുതിയതെന്താണ് എന്നറിയോ? ഇസ് ദറഖ്ത് കോ ദേഖ് കർ, ഈ മരം കണ്ടിട്ട്, മുഷ്കിൽ ഹീസെ യക്കീൻ ആത്താ ഹെ, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇത് ഒന്ന് ഉറപ്പ് തോന്നുന്നത്. വളരെ കഷ്ടിച്ചാണ് ഈ ഒരു മരം ഇതിനെ കണ്ടിട്ട് വളരെ കഷ്ടിച്ചാണ് ഞങ്ങൾക്ക് ഉറപ്പ് തോന്നുന്നത്. ഇത് എങ്ങനെ ഇവിടെ നിൽക്കുന്നു, അതിൽ വളരെ അത്ഭുതം കൂറുകയാണ്. ഇസ് ദർഖ്ത് കോ ദേഖ് കർ, ഈ മരത്തെ കണ്ടിട്ട്, മുഷ്കിൽ ഹിസെ, വളരെ പ്രയാസത്തോടുകൂടെ, വളരെ കഷ്ടിച്ച് തന്നെയാണ്, യക്കീൻ ആത്താഹെ, ഉറപ്പ് വരുന്നത്. എന്തെന്ന് വെച്ചാൽ, ആഖിർ ഇസ്കെ വുജൂദ് കാ റാസ് ക്യാ ഹെ, ഇനി ഈ മരം നിലനിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണ്? വളരെ അത്ഭുതകരമായ കാര്യം തന്നെയാണ്. വളരെ കഷ്ടിച്ച് മാത്രമേ ഇത് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഇങ്ങനെയൊന്നും ഇത് ഉറപ്പിക്കാൻ കഴിയില്ല. അബ് തക് യഹാ സെ ഗുസർനെ വാലെ, ഇന്ന് വരെ ഇതിലൂടെ കടന്നു പോകുന്ന ഊണ്ടോങ്കെ, ഇതിലൂടെ കടന്നു പോകുന്ന ഒട്ടകങ്ങളുടെ, ലാ താഴ്താത് കാറവാനോക്കെ കഥമോൻ തലെ, എണ്ണമറ്റ യാത്രാസംഘത്തിൻ്റെ കാൽ കീഴിലായിട്ട്, അവരുടെ കാലിന് ചുവട്ടിലായിട്ട്, റോന്ത ക്യൂ നഹി ഗയ, എന്തുകൊണ്ടിത് നശിപ്പിക്കപ്പെട്ടില്ല? റോന്ത ജാന എന്ന് പറഞ്ഞാൽ, റോന്തിന എന്ന് പറഞ്ഞാൽ പാമാൽക്കർണ അല്ലെങ്കിൽ കുച്ചലിന, ചവിട്ടി മതിക്കുക, നശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. എന്തുകൊണ്ട് ഇത്രയും കാലം എത്രയെത്ര
യാത്രക്കാർ, എത്രയെത്ര ഊണ്ടുകൾ, ഒട്ടകങ്ങൾ, ഒട്ടക സംഘങ്ങൾ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവരുടെയൊന്നും കാലിനടിയിൽ പെട്ടിട്ട് ഇത് നശിപ്പിക്കപ്പെടാത്തത്, ഇത് ചവിട്ടി മെതിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ആഖിർ അബ് തക് കോയി ഭട്കാ ഹുവ ഊണ്ട്, ഇനിയിപ്പോൾ ഇന്നേ വരെ ഒരു വഴിതെറ്റി വന്ന ഒരു ഒട്ടകം, ഉസ്കെ പത്തേ, ഒരു വഴിതെറ്റി വന്ന ഒട്ടകം പോലും അതിൻ്റെ ഇലകൾ ക്യൂ നെഹി ചറുകയ, എന്തുകൊണ്ട് അതിൻ്റെ ഇലകളൊന്ന് ചെറുന എന്ന് പറഞ്ഞാൽ മേയുക, അഥവാ അതിലെ ഇലകൾ കടിച്ച് തിന്നാത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇലകൾ കൊണ്ട് മേയാത്തത് എന്തുകൊണ്ടാണ്? മേയുക, ചെറുന എന്ന് പറഞ്ഞാൽ മേയുക, അഥവാ പുല്ല് കഴിക്കുക. ഈ ഒട്ടകങ്ങൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇലകൾ കഴിക്കാത്തത്, ഇതിൻ്റെ ഇലകൾ കൊണ്ട് മേയാത്തത് എന്തുകൊണ്ടാണ്? ഇലകളിൽ മേയാത്തത് എന്തുകൊണ്ടാണ്? അബ് തക് കിസി ബദ്ദൂനെ, ഇന്നേ വരെ ഒരു ബദവിയും ഒരു കാട്ടറബിയും ഒരു ഉസ്കി ഷാഹയും അതിൻ്റെ കൊമ്പുകളോ, അതിൻ്റെ കൊമ്പുകൾ കാട്ടുകർ അതിൻ്റെ കൊമ്പുകൾ മുറിച്ചിട്ട് രാത്രിക്ക് സൊഹറായി ഹങ്കീസെ, ഈ രാത്രിയുടെ മരുഭൂമിയിലെ ആ തണുപ്പിൽ നിന്ന്, ഹങ്കി എന്ന് പറഞ്ഞാൽ സർദി, ഠണ്ഡി എന്നൊക്കെയാണ് അർത്ഥം. ആ മരുഭൂമിയിലെ തണുപ്പിൽ നിന്ന് ബച്നെ കേലിയെ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഹാത്ത് ക്യൂ നെഹി താപ്പെ, അവരുടെ കൈകൾ എന്തുകൊണ്ട് തീ കാഞ്ഞില്ല? അവരുടെ കൈകൾ ഈ രാത്രിയുടെ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ എന്തുകൊണ്ട് തീ കാഞ്ഞില്ല എന്ന ഒരു അത്ഭുതം അത്ഭുതത്തോടുകൂടെ അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇത്രയും കാലം എങ്ങനെയാണ് ഇതിൻ്റെ നിലനിൽപ്പുണ്ടായത് അത്ഭുതം കൂറുകയാണ്. അതവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വളരെ കഷ്ടിച്ച് മാത്രമേ അദ്ദേഹത്തിന് വിശ്വസിക്കാനായതുള്ളൂ. എന്നിട്ട് ഓർ ഇസ് സവാൽ കാ ജവാബ് യേ ഹേ, എന്നാൽ ഈ ചോദ്യത്തിനുള്ള മറുപടി അദ്ദേഹം തന്നെ കണ്ടെത്തുകയാണ്. അദ്ദേഹം പറയാണ്, ഇതിൻ്റെ മറുപടി ഇത് തന്നെയാണ്. കെ യഹാൻ സെ ഗുസർനെ വാലെ കാർവാനോ കെ ദിൽമേ, ഇതിലൂടെ കടന്നു പോകുന്ന യാത്രക്കാരുടെ മനസ്സിൽ ഇസ്ക എഹ്തറാം പായാ ജാത്താ ഹെ, ഈ മരത്തോട് അതിയായ ബഹുമാനം ലഭിച്ചിരുന്നു. വോ ഉസെ മുത്തബറക്ക് ദറഖ്ത് മാനത്തെ ഹെ, വളരെ ബറക്കത്തുള്ള, വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു മരമായിട്ടാണ് ഇതിനെ മാനിച്ചിരുന്നത്. ഇസ്ലിയെ, അതുകൊണ്ട് തന്നെ കോയി ഉസെ നുഖ്സാൻ പഹുഞ്ചാനെ കാ തസവ്വുർ ബി നഹി കർ സക്ത, ആർക്കും അത് നശിപ്പിക്കുവാനുള്ള ചിന്ത പോലും വന്നിരുന്നില്ല. അപ്പോൾ ഇതാണ്, എല്ലാവരും അതിനെ ബഹുമാനിച്ചിരുന്ന ഒരു മരമായിരുന്നു ഇത് തന്നെയാണ് ഇത്രയും കാലം അതവിടെ നിലനിൽക്കുവാനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീടാവാം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.